ഗുരുജനങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അഭിമാനത്തിൻ്റെ നിമിഷമാണ്. അഭിമാനത്തിൻ്റെ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, വളരെ അഭിമാനത്തിൻ്റെ നെറുകയിൽ ആണ് നമ്മളിപ്പോൾ. നമ്മളോടൊപ്പം കളിച്ചും ചിരിച്ചും ഒരുപാട് തമാശകൾ പറഞ്ഞും മലയാളി മനസ്സുകളിലൊക്കെ ഒരു വലിയ സ്ഥാനം നേടിയിട്ടുള്ളൊരു മഹാകലാകാരൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഒരു വലിയ പദവിയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. അത് നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞ അഭിമാനമെന്ന് പറയുകയല്ല, അത് നമ്മളെല്ലാം ഹൃദയപൂർവ്വം ഇങ്ങനെ അഭിമാനത്തിൻ്റെ ഒരു നിറവിൽ തന്നെയാണ്. ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിലുള്ള എൻ്റെ ഏറ്റവും നല്ല സൗഹൃദങ്ങളിൽ ഒന്നാണ്. ഞങ്ങളങ്ങനെ ഇടയ്ക്കൊക്കെ നേരിൽ കാണുകയോ അല്ലെങ്കിൽ ഒന്നിച്ചൊരുപാട് പടങ്ങൾ അഭിനയിക്കുകയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടുന്നത് മുതൽ അദ്ദേഹം ഒരു വലിയ ഒരു സ്ഥാനം നമ്മുടെ മനസ്സിൽ, ഏത് വ്യക്തിയും അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ആ മനസ്സിൽ അവരറിയാതെ അവരുടെ ഉള്ളിലൊരു സ്ഥാനം ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു വലിയ ഒരു കഴിവ്, അതൊരു മനുഷ്യനെന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രിയാണ്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അതാണ് നമ്മുടെ ഒരു വലിയ ആദരവിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹം തൃശ്ശൂരത്തെ ഒരു ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയെഴുത്താണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ നന്മകൾ തിരിച്ചറിഞ്ഞ് മലയാളികൾ എപ്പോഴും അങ്ങനെയാണ്. മലയാളികൾ ഈ നന്മകളെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ്. അവിടെ രാഷ്ട്രീയത്തിനും മറ്റുമൊക്കെ അതീതമായിട്ട് മനുഷ്യൻ്റെ നന്മയെ കാണുകയും അത് തിരിച്ചറിയുകയും ആ നന്മയെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒന്നാണ് മലയാളി മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ ഒരു നന്മയുടെ വിജയമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തെ കാണുന്നത്. അദ്ദേഹം ഒരു മികച്ച കലാകാരൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. കലാകാരൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഈ സമൂഹത്തെ മുഴുവൻ അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും എല്ലാ രീതിയിലും ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള വലിയ ഒരു ശക്തി കലയ്ക്ക്, കലാസൃഷ്ടിക്ക്, കലാകാരനുണ്ട്. ആ ഒരു വലിയ ദൗത്യം കൂടി അദ്ദേഹം ഇന്നിപ്പോൾ തൃശ്ശൂരിൻ്റെ അല്ല, അദ്ദേഹം കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഒരു വലിയ സ്ഥാനത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഒരുപാട് വലിയ വലിയ പദ്ധതികൾ ഈ കേരളത്തിനെ അത് വലിയ രീതിയിൽ വികസനത്തിൻ്റെ പാതയിലേക്കൊക്കെ നയിക്കുന്ന വലിയ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതിന് ഈ കേരളീയ സമൂഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടാകും. അത് ഈ അവസരത്തിൽ ഒരു മലയാളി എന്ന രീതിയിൽ അത് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണ, അത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ആ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രതീകം കൂടിയായിട്ടുള്ള അദ്ദേഹം നേരത്തെ ഇവിടെ പറഞ്ഞില്ല അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിനൊക്കെ എത്രയോ മുമ്പ് എത്രയോ മനുഷ്യരെ അദ്ദേഹം സഹായിച്ചത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എത്രയോ മനുഷ്യരെ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിൽ സജീവമായി ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള വലിയ മനസ്സിൻ്റെ ഉടമയാണ്. ആ മനസ്സ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മളെയൊക്കെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. അത് മലയാളികൾക്കൊരു വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. കേരളത്തിന് മുഴുവൻ അതൊരു വലിയ നന്മയുടെ ഒരു വലിയ പ്രവാഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കേരളത്തിന് ലഭ്യമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അദ്ദേഹത്തിന് ഇനിയും സിനിമയിൽ, കലാരംഗത്ത് ഒക്കെ വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു മുഖത്തിലല്ല ഞങ്ങളൊന്നും കാണുന്നത്. കാര്യം രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവമുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഭാവമല്ല പലപ്പോഴും. അതിനൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിന് നമ്മൾ നൽകിക്കുന്ന ഒരു പരിവേഷം അത് നിറഞ്ഞ മനുഷ്യസ്നേഹി എന്നുള്ളൊരു പരിവേഷമോ കൂടിയാണ്. അത് തീർച്ചയായും സാധാരണ മനുഷ്യന്, സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുപാട് പ്രയോജനകരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗമാണ് അദ്ദേഹം. സിനിമാ കുടുംബം നമ്മുടെ എല്ലാം കുടുംബാംഗമാണ്. അങ്ങനെ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ ഈ ഒരു വലിയ സ്ഥാനലബ്ധിയിൽ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാ സന്തോഷവും നിറഞ്ഞ മനസ്സോടുകൂടി അറിയിക്കുന്നു. ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും ഒന്നുകൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.